നമുക്ക് ചോക്കോ ചിപ്പ് വാനില കേക്ക് ഉണ്ടാക്കിയാലോ? അതിന് വേണ്ടിയിട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആയ 1 കപ്പ് മൈദ, 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 2 പിഞ്ച് ബേക്കിംഗ് സോഡ, 1 പിഞ്ച് സോൾട്ട്, ഇതെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്ത് എടുത്ത് മാറ്റി വയ്ക്കണം. എന്നിട്ട് ഒരു ബൗളിലേക്ക് 2 എഗ്ഗ് എടുത്തിട്ട് നന്നായി ഒന്ന് ബീറ്റായി കഴിഞ്ഞാൽ 1/4 കപ്പ് പൗഡേർഡ് ഷുഗർ ഇട്ട് കൊടുത്ത് അത് നന്നായി മിക്സ് ആയി കഴിഞ്ഞാൽ 1.5 ടീസ്പൂണ് വനില എസൻസും കൂടി ഇട്ട് കൊടുത്ത് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. കുറച്ചങ്ങ് മിക്സ് ആകുമ്പോൾ നല്ല ഫ്ലഫി ആയിട്ട് ലാസ്റ്റ് വൈറ്റ് കളർ ആവുന്ന സമയത്ത് അത് സ്റ്റോപ്പ് ചെയ്തിട്ട് അതിനകത്തേക്ക് 75 ഗ്രാം സോഫ്റ്റൻ ബട്ടർ അല്ലെങ്കിൽ മെൽറ്റഡ് ബട്ടർ ആയാലും മതി ഇട്ട് കൊടുത്ത് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. പെട്ടെന്ന് അത് തിക്കായി വരുവേ. ആ സമയത്ത് അങ്ങ് സ്റ്റോപ്പ് ചെയ്തിട്ട് 1/4 ടീസ്പൂണ് സിനമൺ പൗഡർ ഇട്ട് കൊടുത്ത് സ്പാച്ചില വെച്ച് കമ്പൈൻ ചെയ്തെടുക്കണം. പിന്നെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതെല്ലാം കൂടെ ഒരുമിച്ച് ഇടണമെന്നില്ല, പല ബാച്ചായിട്ട് ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്താൽ മതി. സോഫ്റ്റായിട്ടേ മിക്സ് ചെയ്യാൻ പാടുള്ളൂ. തിക്കാന്ന് തോന്നുവാണെങ്കിൽ മിൽക്ക് ഒഴിച്ച് കൊടുക്കണം. ഞാൻ 3 ടീസ്പൂണ് മിൽക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് കിട്ടി. ലാസ്റ്റിൽ ചോക്കോ ചിപ്പ് 100 ഗ്രാം ഇട്ടിട്ട് എല്ലാം കൂടെ നന്നായിട്ട് കമ്പൈൻ ചെയ്യണം. കുത്തി ഇളക്കരുത്, മെല്ലെ കമ്പൈൻ ചെയ്തെടുത്തിട്ട് റെഡിയാക്കി വെച്ചിരിക്കുന്ന ടിന്നിലേക്ക് ഇട്ട് കൊടുത്ത് അതിനെ ലെവൽ ചെയ്തിട്ട് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന അവനിൽ 160 ഡിഗ്രി സെൽഷ്യസിൽ 30 മിനിറ്റ് ബേക്ക് ചെയ്തപ്പോൾ നമ്മുടെ കേക്ക് അടിപൊളിയായിട്ട് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ പുറത്തൊക്കെ ഇങ്ങനെ നമ്മുടെ പ്ലം കേക്ക് പോലത്തെ കളറും അകത്ത് നല്ല സോഫ്റ്റും കുറച്ച് വൈറ്റായിട്ടുള്ള കളറൊക്കെ ആയിട്ടാണ് കിട്ടിയേക്കണത്. അപ്പം ചോക്കോ ചിപ്പ് ഇട്ടതുകൊണ്ട് തന്നെ അതിൻ്റെ അകത്ത് ഇങ്ങനെ പ്ലം കേക്കൊക്കെ ഉള്ളതുപോലെ കാണാം. ഇത് അടിപൊളി ടേസ്റ്റാണ്. നല്ല മധുരമുണ്ട് കേട്ടോ. മധുരം ഇച്ചിരി കുറവ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചൊരു 15 ഗ്രാമൊക്കെ ഷുഗർ വേണമെങ്കിൽ കുറയ്ക്കാം, നിർബന്ധമില്ല. മധുരം കുറവ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം. അപ്പോൾ കണ്ടിട്ട് ഇഷ്ടമുണ്ടെങ്കിൽ ഒന്ന് റെഡിയാക്കി നോക്കണേ. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം.